മുതലപ്പുഴയിൽ പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. അവിടെ MLA എത്തിയിട്ടുണ്ട്. അവിടെ 2 മത്സ്യത്തൊഴിലാളികളെ കാണാനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമല്ല എന്ന പരാതിയുമായി നാട്ടുകാർ അവിടെ സംഘടിച്ചെത്തിയിരുന്നു. മുതലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെ പ്രതീക്ഷുണ്ട്. പ്രതീക്ഷ വീണ്ടും മത്സ്യത്തൊഴിലാളികൾ പോലീസുമായിട്ട് കയർക്കുകയാണോ? വിഴിഞ്ഞത്തുനിന്നൊരു ബോട്ട് രക്ഷാപ്രവർത്തനത്തിന് വരുമെന്ന് പറഞ്ഞു. നാട്ടുകാരെ അത് വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ലേ? നാട്ടുകാർ അല്പം രോഷാകുലരാണ്. കാരണം അവരുടെ പ്രിയപ്പെട്ട 2 പേരെ കാണാതായിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു. വേണ്ടത്ര രീതിയിൽ തെരച്ചിൽ നടക്കുന്നില്ല. കാലാവസ്ഥ മോശമാണ്. അന്തരീക്ഷം തന്നെ മോശമായിരിക്കുന്ന സാഹചര്യം. ഇപ്പോൾ അവിടെ ചെറിയ വാക്കുതർക്കം പ്രേക്ഷകർക്ക് കാണാം. മുതലപ്പുഴ പോലീസ് സ്റ്റേഷനിൽ രമ്യ ഹരിദാസ് MLA അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. പ്രതീക്ഷ എന്താണ് നാട്ടുകാർ പറയുന്നത്? അവിടെ സഭയുടെ പ്രതിനിധികളുമുണ്ട്. പ്രതീക്ഷ എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് അവരുടെ ആവശ്യം? അരുൺകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം വൈകുന്നു എന്നതാണ് പ്രധാനമായും ഈ നാട്ടുകാരും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. പക്ഷേ അല്പസമയം മുമ്പ് ഈ ശക്തമായ കടലാക്രമണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം സാധ്യമല്ല എന്ന ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ വലിയ വാക്കേറ്റവും പ്രതിഷേധവും ഉണ്ടായിരിക്കുന്നത്. പോലീസുമായി നേരിട്ട് കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നു. വലിയ പ്രതിഷേധത്തിലാണ് ഈ കുടുംബാംഗങ്ങളുള്ളത്. ഈ രക്ഷാപ്രവർത്തനം മത്സ്യത്തൊഴിലാളികൾക്ക് നടത്താൻ കഴിയുമോ എന്ന് ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ചു. അതാണ് ഇപ്പോൾ അത്തരത്തിലൊരു വാക്കേറ്റത്തിലേക്കും പിന്നീട് ഒരു സംഘർഷത്തിലേക്കും കലാശിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സഭയുടെ പ്രതിനിധികളടക്കം ഇവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഈ നാട്ടുകാരെയും കുടുംബാംഗങ്ങളെയും അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധം ആയിരുന്നു. ഇത് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തി പ്രതിഷേധിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഒരു ചെറിയ തോതിലൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്. പോലീസുകാരും ഒപ്പം നാട്ടുകാരും കുടുംബാംഗങ്ങളും തമ്മിലാണ് വാക്കേറ്റം ഉണ്ടായത്. പോലീസുകാരെ നേരെ നാട്ടുകാർ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒരു പരാമർശത്തിന്റെ കൂടി ഭാഗമായാണ് അത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഉണ്ടായത്. നേരത്തെ തന്നെ ഈ സ്ഥലം MLA ഇവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ഉദ്യോഗസ്ഥരുമായി MLA സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല. ഇതുവരെയും ഒരു തിരച്ചിലും നടക്കുന്നില്ല എന്നതാണ് പ്രധാനമായും ഈ കുടുംബാംഗങ്ങൾ ഉന്നയിക്കുന്ന കാര്യം. കോസ്റ്റൽ പോലീസിന്റെ ഒരു ബോട്ട് ഈ മുതലപ്പുഴയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഈ ബോട്ടിന് കടക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നൊരു പ്രശ്നം. വിഴിഞ്ഞത്ത് നിന്ന് ഒരു കപ്പൽ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് MLAയും ഒപ്പം കോസ്റ്റൽ പോലീസും പറയുന്ന കാര്യം. പക്ഷേ അപ്പോഴും മണിക്കൂറുകളായി. ഇന്നലെ രാത്രിയാണ് ഈ മത്സ്യത്തൊഴിലാളികളെ 2 പേരെ ഇവിടെ കാണാതാകുന്നത്. 28ഉം 30ഉം വയസ്സുള്ള യുവാക്കളാണ്. അവരെ കൂടെ ഉണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ 2 പേരെ കാണാതാവുകയായിരുന്നു. ശരി. എന്തായാലും വലിയ പ്രതിഷേധമാണ്. അവിടെ ബന്ധുക്കൾ അലമുറയിട്ട് കരയുന്നുണ്ട്. അവിടെ കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിൽ മുതലപ്പുഴയിലാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്.